നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ ഇതിന് ഉത്തരം പറയേണ്ടത് തന്നെയാ. എല്ലാത്തിനും ഒടുക്കം ഒരുപക്ഷെ അച്ഛന്റെ അടുത്ത് മകനും ഇതുപോലൊരു വീൽ ചെയറിലും കണിമംഗലത്തിന്റെ ഹാളിലിരിക്കും. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ചതിച്ചതിന്റെ കളിയില് നാട്ടുകാരവനെ തല്ലി കൊന്നെന്നും വരും. വരുൺ, അമ്മേ ഓടി വാ. വരുൺ, അച്ഛാ, അമ്മേ എന്തു പറ്റി മോനെ? എന്താ അച്ഛാ, എന്താ പറ്റി? എന്താ അമ്മേ? അയ്യോ, എന്താ അച്ഛാ? അച്ഛാ, എന്താ എന്താ പറ്റിയേ? പോയാലോ? ഒന്നുമില്ലടോ, ഇത്തിരി വെള്ളം എടുക്ക്. അച്ഛാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലടാ, ചെറിയൊരു തളർച്ച പോലെ. എന്നിട്ടാണോ ഒന്നുമില്ലെന്ന് പറയുന്നേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. അച്ഛാ വേണ്ട മോളെ, മോളുണ്ടാക്കിയ പായസം അലുവയൊക്കെ ഒരുപാട് കഴിച്ചല്ലേ, ഷുഗർ ഷൂട്ടപ്പ് ചെയ്തതായിരിക്കും. കുടിക്ക. വലിച്ച ഇങ്ങനെ ടെൻഷൻ ഉണ്ടാവാൻ എന്തെങ്കിലും കാരണം? നമ്മുടെ കുടുംബത്തിലിപ്പോ ടെൻഷനുള്ള കാര്യമൊന്നുമില്ലല്ലോ. നോക്ക്, ഒന്ന് ഡോക്ടറെ അടുത്തേക്ക് പോവാം. ഒന്നുമില്ലെന്ന് അറിഞ്ഞ ഒരു സമാധാനം ഉണ്ടാവും. ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് സമാധാനം ഇല്ലേ? ഒന്നുമില്ലടോ. അച്ഛാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഒന്നുമില്ല മോനെ, നിന്നെപ്പോലെ തുള്ളിച്ചാടി നടക്കാൻ ഞാൻ ചെറുപ്പമൊന്നും അല്ലല്ലോ. പ്രായമായില്ലേ, അതിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇനി ഇതൊരു വലിയ കാര്യമാക്കി പരസ്പരം ആരും പെരുപ്പിച്ച് പറയണ്ട. അത് കഴിഞ്ഞു. സൂര്യയുടെ വിളി കേട്ടപ്പോ ഞാൻ കരുതി ഏട്ടന് ശരിക്കും എന്തോ സംഭവിച്ചു. ആളുടെ മനസ്സിലെന്തോ കാര്യമായിട്ട് തട്ടിയിട്ടുണ്ട്. അതാ പെട്ടെന്നിങ്ങനെ. അതിന്റെ കാരണം കൽപ്പനയാ. വല്യച്ഛന്റെ മനസ്സ് കീറുന്ന രീതിയിലായിരുന്നു കൽപ്പനയുടെ പെർഫോമൻസ്. വല്യച്ഛൻ വീഴുന്നാൻ കരുതിയത്. അങ്ങനെ ഒരു വീഴ്ചയ്ക്ക് അധികം സമയം ഉണ്ടാവില്ല. കണിമംഗലത്തെ കാര്യങ്ങളെല്ലാം ചിലപ്പോ ചന്ദ്രേട്ടൻ നോക്ക് നിശ്ചയിക്കുകയും ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.